ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാല ദിവസമാണിന്ന്. അതായത് ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇന്ന് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ആറ്റുകാൽ അമ്മയുടെ തിരുമുമ്പിൽ ഇന്ന് പൊങ്കാലയുടെ ദിവസമാണ്. അപ്പം അവിടെ നമുക്ക് പോയിട്ട് പൊങ്കാല ഇടാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊങ്കാല നമ്മുടെ ഈ വീട്ടിലാണ് ഇടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊങ്കാല ഇവിടെ ഇട്ടിരുന്നത്, കഴിഞ്ഞ പ്രാവശ്യം അല്ല അതിന് മുന്നത്തെ വർഷം. അതെ, അപ്പോൾ അതുപോലെ ഈ പ്രാവശ്യം നമ്മൾ പൊങ്കാല ഇടാണ്. അപ്പോൾ നമ്മൾ പൊങ്കാലയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. കാരണം പെട്ടെന്നുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. രാവിലെ ഈ സാധനങ്ങളൊക്കെ ഒരുക്കാനൊക്കെ ഉണ്ടായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പൊങ്കാല കാലത്തിൽ തീ കൊടുക്കുന്ന സമയം 9:45, 9:45 അപ്പോൾ ഏകദേശം 2:15 ഇത് നിവേദിക്കുന്നത്. അതിനുശേഷം അവിടെ നിവേദിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അത് അവിടെ നടക്കുന്ന പ്രോസസ്സ് എല്ലാം നമ്മൾ അതുപോലെ ഇവിടെയും പിന്തുടരാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇത്രയും ദൂരത്താണ് നമ്മൾ വീട്ടിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് തിരക്കാണ്. ഏകദേശം ഒരു 10 കിലോമീറ്ററിനുള്ളിൽ ചുറ്റളവിൽ എപ്പോഴും അവിടെയൊക്കെ പൊങ്കാലയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തോട്ട് അടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ തിരുവനന്തപുരത്ത് ആയിരുന്ന സമയത്ത് അമ്മ അവിടെ പോയി പൊങ്കാല ഇല്ലേ അമ്മ? തിരുവനന്തപുരത്ത് ആയിരുന്ന സമയത്ത് അവിടെ പോയി പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇട്ടുള്ളൂ, അതിനുശേഷം നമ്മളങ്ങനെ പോയിട്ടില്ല. അപ്പം ഇന്ന് പെങ്ങൾ കുട്ടത്തിയൊക്കെ അവരൊക്കെ പൊങ്കാല ഇടാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വലിയൊരു ആഘോഷമാണ് കേട്ടോ. പൊങ്കാലയിടിയിൽ ചടങ്ങെന്ന് വെച്ചാൽ ഭയങ്കര ആഘോഷമാണ് ആറ്റാൽ പൊങ്കാല എന്ന് വെച്ചാൽ. അപ്പോൾ അത് നമ്മൾ വീട്ടിലിടുന്ന ചടങ്ങാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലിജി രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് സെറ്റപ്പായിട്ട് വന്നിരിക്കുക. അപ്പോൾ വെയിലത്ത് ഇരിക്കുന്നു, പുകയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മാറ്റിയിരുത്തണമെന്ന് വെച്ചപ്പോൾ അങ്ങനെ ചെറിയ വെയിലോ പുകയോ കൊണ്ട് തളരുന്ന ശരീരമല്ല എൻ്റെ ചോര അങ്ങനല്ല എന്നൊക്കെയാണ് പറഞ്ഞ് വീമ്പ് പിടിച്ചിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇതിലെന്തൊക്കെ വീമ്പല്ല ഉള്ള കാര്യമാണ്. മറ്റേ മുടി പറ്റും, മുടി ഇങ്ങനെ ആക്കി വെക്കണം ഇടയ്ക്കിടയ്ക്ക്. കുഞ്ഞെന്ത് പറ്റുന്നത് എൻ്റെ ഇടയ്ക്ക് ഒരു വർത്തമാനം. നമുക്കെന്നാൽ കുറച്ച് നേരം പൊങ്കാലിട്ട് അടുപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നാലോ അതുകൊണ്ട് ഇപ്പം നിന്നാലോ തരുതി. അപ്പം ഞാൻ കരുതി പറഞ്ഞു പൊങ്കാല കഴിഞ്ഞിട്ട് എന്നിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. രാവിലെ ഞങ്ങൾ സംഭവങ്ങളൊക്കെ ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടോ. അപ്പോൾ ഞാനിത് പൊങ്കാലയൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള വീഡിയോ എടുത്തായിട്ട് ബാക്കി നിങ്ങൾ കണ്ടോ. പറയത്തില്ലായിരിക്കുമോ? ഇത് നമ്മൾ 2 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും 1 വർഷത്തിന് ശേഷം ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയില്ലേ. അപ്പം ആറ്റുകാലല്ല, നമ്മുടെ വീട്ടിലെ പൊങ്കാല ഇടുന്നേ. നമ്മൾ അവിടെ പോയി പൊങ്കാല ഇടാൻ സാഹചര്യം കേട്ടോ. ലിജിയായിട്ട് പോകുമ്പോൾ അവിടെ തിരക്കൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് പൊങ്കാല ഇടുകയും വേണം. അപ്പോൾ നമ്മളതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് പൊങ്കാല ഇടാൻ പോകുക. നമ്മളിത് കല്ലൊക്കെ വെച്ചു കേട്ടോ. നമ്മൾ ഈ മെറ്റിലിൻ്റെ കൊണ്ടൊക്കെ കല്ല് വെച്ച് സെറ്റാക്കി വെക്കുന്നത് കേട്ടോ. അവിടെ വെക്കാൻ വേണ്ടി കല്ലൊക്കെ വെച്ചതാണ്. പിന്നെ എന്താ വെച്ചാൽ അവിടെ നിന്നാ പാടാം. അപ്പോൾ അതുകൊണ്ട് വെച്ച് വെക്കുമ്പോൾ കല്ലം ഇതോളമല്ലോ, അറിഞ്ഞു പോകത്തില്ലല്ലോ. ഇളക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചായി. അത് നമുക്കേ നമ്മളെ ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തവി വേണം. തവി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇത് കൊതുമ്പാണ് കേട്ടോ. കൊതുമ്പ് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ഇളക്കട്ടെ. അത് ഇവിടെ വേണം. എൻ്റെ ഫസ്റ്റ് പരിപാടികൾ നമുക്ക്, അതായത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന ഒരു ഇതുണ്ട്. 9:45 ആ ടൈം. അപ്പോൾ അത് നമുക്ക് വേറെ കുറച്ച് ജോലികളുണ്ട്. രാവിലെ പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടി സ്ത്രീജനങ്ങളൊക്കെ പൊങ്കാല പരിപാടികളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇത്തരം പരിപാടികൾ ആദ്യം തുടങ്ങുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ അവിടുത്തെ വേറെ നിവേദ്യങ്ങൾ പറഞ്ഞാൽ മണ്ടപ്പുറ്റ്, പിന്നെ തെരളി ഉണ്ടാക്കുക, അതായത് നമ്മുടെ കുമ്പളപ്പല്ലേ, ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് വേറെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. വേറെ വെച്ചാൽ നമ്മൾ പൊങ്കാലയിടൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ആ ടൈമും കാര്യങ്ങളൊക്കെ എത്തും. രുചിക്ക് വെച്ചുകൂടി എല്ലാം കണ്ടുപഠിക്കുന്നുണ്ട്. അല്ല രുചിക്ക് അറിയാം കാര്യങ്ങൾ അല്ലേടി? അറിയാം, കുറച്ചൊക്കെ അറിയാം. ആ സംഭവം നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. പുലിക്കഥ
നമുക്കേ ഈ പൊങ്കാല അടുപ്പിന് പൊങ്കാലക്കലത്തിന് ഇളക്കാൻ വേണ്ടി തവിയായിട്ട് നമുക്ക് തെങ്ങിൻ്റെ മറ്റേ ഇതുണ്ടോ കൊതുമ്പാണ് കൊലയുടെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളിത് കണ്ടിച്ചെടുക്കാം. ഒരു പ്രത്യേക ഒരാകൃതിയിൽ അങ്ങ് കണ്ടിച്ചെടുത്തായി. രുചിക്കത് അറിയത്തില്ല, അതിനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ, രുചിക്ക് അറിയാത്തതുകൊണ്ട്. രാവിലെ പൊങ്കാല ഇടാൻ വേണ്ടി എണീറ്റ് കുളിച്ച് റെഡിയായി. തേങ്ങ പൊട്ടിക്ക് കിടങ്ങാം കേട്ടോ. ഇങ്ങനെയാണ് ചിരിക്കുന്ന ഒരു മനുഷ്യൻ, മുക്കി മുക്കി ചിരിക്കുന്നത്. അവിടെ ഉറച്ച് ചിരിക്കുക അങ്ങോട്ട്. നമ്മൾ ഈ നടുക്കുന്ന ഇങ്ങനെ വെട്ടിക്കളട്ടെ. ചിരിക്കാട്ടോ ആ കാര്യത്തിന്. വെറുതെ നമ്മളതേ ഇപ്പൊ തേങ്ങ അരിഞ്ഞിക്കൊണ്ടിരിക്കട്ടോ. ചിരിയൻ്റെ ഞാൻ ഇവള് തെറ്റിയാലും ഇവള് ചിരിക്കും. ഇല്ല റെഡി സമയമാവുന്നേ ഉള്ളൂ. തേങ്ങ എഴുതിക്കൊണ്ടിരിക്കട്ടോ. തിരുവാ തിരി വന്നിട്ട് നിങ്ങൾ തിരുവാന്നല്ല, നിങ്ങൾ എന്ത് പറഞ്ഞ ചേരണ്ടെന്ന് പറയും. നിങ്ങൾ തേങ്ങ തിരുമുകയെന്ന് പറയും. ഇങ്ങനെയാണല്ലോ പറയട്ടെ. അപ്പം നമ്മുടെ ഗണപതിയൊരിക്കും സെറ്റപ്പിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിളക്ക് കത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കലം ഒരു സാമ്പിളായിട്ട് കളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൊളുത്താൻ എടുത്ത് കറക്റ്റായിട്ടൊന്ന് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തവി റെഡി ആയിട്ടുണ്ട്. രുചിയാണ് കേട്ടോ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തന്നെ. ഓക്കെ ആണോ? നോക്ക് പിടിച്ചു നോക്ക്, പിടിച്ചു നോക്ക്. സെറ്റല്ലേ? ആ രുചിക്ക് ചന്ദനം എനിക്ക് കലത്തുണ്ട്. അത് നമ്മൾ ചന്ദനമൊക്കെ തേച്ച് കലമൊക്കെ ഒന്ന് സെറ്റാക്കണം കേട്ടോ. കലത്തിൽ ചന്ദനം ഇങ്ങനെ ഒരു തേക്കാന്ന് വെച്ചാൽ അതൊരു കർമ്മമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കലത്തിലൊക്കെ അത് ചന്ദനമൊക്കെ തേച്ച് അതിൻ്റെ ഒരു ശുദ്ധി വരുത്തുകയാണ് കേട്ടോ കലത്തിന്. ഇനി ഇവിടെ ഭക്തിസാന്ദ്രമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ലൈവ് റിപ്പോർട്ടിങ് ഉണ്ടോ നമ്മുടെ. സമയമാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ കലത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പൊങ്കാല കലത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു. ആവശ്യമായ വെള്ളം നിറച്ചതിന് ശേഷം കലം ഒന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ പൊങ്കാലയ്ക്കായിട്ടുള്ള തീ പൊങ്കാല അടുപ്പിലേക്ക് പകരുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാല അല്ലേ കൊണ്ടാടുകയാണ്. എന്തൽജി കലം റെഡിയാക്കാം. അതിന് മുമ്പേ നമുക്ക് വിളക്കൊക്കെ കൊളുത്തി ആ പൊങ്കാല ഇടുന്ന ആ ഒരു ചടങ്ങ് നമുക്ക് ഇത്രയും കാറ്റ് കിടക്കുമ്പോൾ അമ്മ ഒരു തീപ്പെട്ടിക്കൊള്ളി കളിച്ച് അതങ്ങനെ കൊണ്ടുപോയാൽ അത് എന്താ പറയുക, അത് അണഞ്ഞു പോത്തില്ലേ. പാടാ കത്തത്തില്ല. അപ്പോൾ നമ്മളിതേ നമ്മുടെ പൊങ്കാലയ്ക്ക് മുന്നോടിയായിട്ടുള്ള വിളക്ക് തിരി കൊളുത്തി. അതിനുശേഷം നമ്മുടെ പൊങ്കാല തീയിലേക്ക് തീ പകരണം. അതോടുകൂടി നമ്മുടെ ഈ പൊങ്കാല തുടക്കം കുറിക്കുകയാണ് അല്ലേ രുചി? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കഴിഞ്ഞൊരു വർഷം മുന്നേ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്ത് ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം ലിജി പൊങ്കാല അടുപ്പിലേക്ക് അരി
പൊങ്കാലടുപ്പിലേക്ക് വാരിയിടുന്ന ആ ഒരു സന്ദർഭം വീഡിയോ പകർത്തി നമ്മളെ ഒരുപാട് പേര് ആ ഒരു വീഡിയോ കാണുകയും അല്ലേ. അതൊരുമാതിരി ഞാൻ TV റിപ്പോർട്ടിങ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ശ്വേതാമേനോൻ ഉൾപ്പെടെയുള്ള സിനിമാ താരം ശ്വേതാമേനോൻ ഉൾപ്പെടെ ഒരുപാട് താരങ്ങൾ ആ വീഡിയോ കമൻ്റൊക്കെ ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായില്ലേ ജി ആ ഒരു വീഡിയോയ്ക്ക്. അപ്പം ആ ഒരു വർഷത്തെ പോലെ ഈ പ്രാവശ്യവും ലിജി തന്നെയാണ് കേട്ടോ പൊങ്കാല അടുപ്പിലേക്ക് അരി പൊന്നുങ്കാലയ്ക്ക് ആവശ്യം അരി പകരുന്നത് ലിജി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ തുടർന്ന് കാണുക. നമ്മുടെ പൊങ്കാല വിശേഷങ്ങൾ, വീട്ടിലെ പൊങ്കാല വിശേഷങ്ങൾ നമ്മൾ കാണിക്കാം കേട്ടോ. ഇനി അവിടെ തിരിച്ചെടുക്കണം. നമുക്ക് നേരെ കാലം ചരിച്ചാണോ ഇരിക്കുന്നതല്ലോ. അപ്പം ഏകദേശം പൊങ്കാല തുടങ്ങാനുള്ള സമയമായിട്ട് കേട്ടോ. അപ്പം നമ്മൾ പൊങ്കാലയ്ക്ക് തിരി കൊളുത്താൻ പോവാണ്. അർജി പ്രാർത്ഥിച്ചോ അർജി. അങ്ങനെ പൊങ്കാല അടുപ്പിലേക്ക് നമ്മൾ തീ കൊടുത്തു. അങ്ങനെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്ന് നമ്മൾ ഇനി ഏറെ ഭക്തിസാന്ദ്രമായ ഒരു നിമിഷങ്ങളാണ് കേട്ടോ. നമ്മുടെ അപ്പോൾ നമ്മളിത് പൊങ്കാലിടാനുള്ള അരി കഴുകിയെടുക്കാൻ പോവാണ് കേട്ടോ. ബാക്കി തേങ്ങയും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് വെച്ചല്ലോ നമ്മൾ. ഇനി അരിയാണ് നമ്മൾ കഴുകിയെടുക്കാൻ പോകുന്നത്. കൊച്ചു തൊട്ട് ബാക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ പൊങ്കാല. ഇനിയിപ്പോൾ അരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴുകിയെടുക്കാം. നമ്മൾ അരി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് ശേഷം നമ്മൾ കൊതുമ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ, തെങ്ങിൻ്റെ ഓലയുടെ കൊതുമ്പൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, തീ കത്തിക്കുന്നത് കേട്ടോ. വേറെ വിറകും കാര്യങ്ങളൊന്നും നമ്മൾ പൊങ്കാലയ്ക്ക് എടുക്കാറില്ല. പൊങ്കാലയ്ക്ക് എപ്പോഴും നമ്മൾ കൊതുമ്പ് വെച്ചിട്ടാണ് കത്തിക്കാറ്. അങ്ങനെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നൊരു പുഷ്പം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തിയുടെ ചെടിയാണ്, പൂവാണ്. അമ്മ എടുത്ത് പറിച്ചമ്മ ചെമ്പരത്തി പൂ അപ്പുറത്തുനിന്ന്. നമ്മളിവിടെ ചെടിയും പൂവൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തേ. ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് വെക്കാം കേട്ടോ. വാങ്ങിച്ച് നമ്മൾ അമ്പലത്തിൽ വീട്ടിലിടുമ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലുള്ള ചെടികളൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് അരി നല്ല പച്ചരി അല്ലേ അമ്മ? വെള്ളപ്പച്ചരി. അപ്പോൾ വേറെ മറ്റേ അരി, വേറെ അരി ഉണ്ടല്ലോ, എൻ്റെ പേരുതോ ആ റോസരി വെച്ചിട്ടും പായസം ഉണ്ടാകും കേട്ടോ. അത് കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടുന്ന് അപ്പോൾ പൊങ്കാലയൊക്കെ അങ്ങോട്ടേക്കല്ലേ, അപ്പോൾ അവിടെ ആയിരിക്കും കൂടുതൽ ഇത്ര സാധനങ്ങൾ കിട്ടുക. നമ്മുടെ ഈ അടുത്തുള്ള കടകളിലൊക്കെ അത് കിട്ടാൻ ഇച്ചിരി പാടാം കേട്ടോ. ആ അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിലൊക്കെ പൊങ്കാലയൊക്കെ ആകുമ്പോഴേ ആ അരി എടുത്ത് വെക്കത്തുള്ളൂ കടകളിൽ. അതുകൊണ്ട് നമ്മൾ ഈ അരിക്കാണ് പൊങ്കാല ഇടുന്നത്. അപ്പം നമ്മുടെ പൊങ്കാലയുടെ കൂടെയുള്ള പ്രധാന നിവേദ്യങ്ങൾ എന്ന് വെച്ചാൽ മണ്ടപ്പുറ്റ് എന്ന് പറയട്ടോ. അത് ആറ്റുകാൽ അമ്പലത്തിലെ പ്രത്യേക ഒരു സംഭവമാണ് കേട്ടോ. മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത്. അതും പിന്നെ അല്ല ലിജി, ലിജിക്ക് അറിയത്തില്ല. തെരളി, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ. തെരളി ഉണ്ടാക്കാം. നമ്മുടെ കുമ്പിളപ്പം ഇല്ലേ, ചെറുപയറും കൊണ്ട് ചെറുപയറുണ്ടോ അമ്മ ഉണ്ടാക്കുന്നത് മണ്ടപ്പുറ്റ്? ആ പരി ഇടാൻ പോകണം കേട്ടോ ഞങ്ങൾ. ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്ന പരി ഇടാൻ പോവാണ്. രുചി കൊച്ചിനെ അടുത്തോട്ടിരുത്താൻ പോകണം കേട്ടോ ഞങ്ങൾ. അപ്പം നമ്മൾ പൊങ്കാലയുടെ പ്രധാന ഒരു ചടങ്ങായ അരി ഇടാൻ പോവാണ്. പണ്ട് നമ്മൾ അരി വാരിയിട്ടപ്പോൾ ലിജിയുടെ കയ്യിൽ സപ്പോർട്ട് കൊടുത്തിട്ടാണല്ലോ അരി വാരിയിട്ടത്. ഈ പ്രാവശ്യം എന്തായാലും ലിജി സ്വന്തമായിട്ട് അരി വാരി കലത്തിലേക്ക് ഇടുവാണ്. ആ ഇട്ടോ, ഒരു വീട്ടി ഇട്ടോ, 3 വീട്ടി ഇട്ടോ, അങ്ങനെ വരിയിട്ടായി. അപ്പം നമ്മൾ പൊങ്കാല സമർപ്പിക്കാനായിട്ടുള്ള അരി ഒന്നുകൂടെ ഇട്ടോ. അത്ര അടുത്ത് വീൽ ചെയറിലായതുകൊണ്ട് അടുത്ത് വന്നിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ആഗ്രഹമല്ലേ ഇതൊക്കെ, നമ്മൾ പരമാവധി സഹായിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ച് അരിയൊക്കെ പോകും. എന്താ രുചി? ഒരു ചിരിയുണ്ട്, സന്തോഷം കണ്ടോ രുചിയുടെ? അതുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ ആ അരി വാരി ഇടണമെന്നുള്ളത്. അപ്പോൾ രുചിക്ക് ഇതൊന്നും അത്ര മുൻപരിചയമുള്ള കാര്യങ്ങളൊന്നും അല്ല അല്ലേ. ഇവിടെ വന്നതിന് ശേഷം അവളൊരു ആഗ്രഹം കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അല്ലേ. കയ്യിലിരിക്കുന്ന അരി തട്ടിക്കട. ബാക്കി അരി അമ്മ തന്നെ അരിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ പോകും, പക്ഷേ അതൊരു പ്രശ്നമേ അല്ല അല്ലേ രുചി? ആ സാരി ഒതുക്കിയൊക്കെ തീക്കകത്തൊന്നും പോയി വീഴാതെ. അത് കുത്തമ്മ സാരി. ഇപ്രാവശ്യം
എത്ര പ്രാവശ്യം ഇതിൽ നല്ലതായിട്ടിടും ലിജി, അതാ പറഞ്ഞത്. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം ലിജി ഇതിലും നല്ല ബെറ്ററായിട്ട് അല്ലേ ഇടുമെന്നാണ് ലിജി പറഞ്ഞത്. കൈ തട്ടിക്കളാ. അപ്പോൾ അരിയൊന്നും അങ്ങനെ പുറത്തൊന്നും കളഞ്ഞോട്ടെ നമ്മൾ പൊങ്കാലിടുന്ന സമയത്തെ. പക്ഷേ അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സാഹചര്യം കൊണ്ടെല്ലാം നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം, അത്രേ ഉള്ളൂ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ പൊങ്കാല അടുപ്പിലേക്ക് നമ്മൾ പൊങ്കാല കലത്തിലേക്ക് അരി ഇട്ടു. ഇനി ഓരോരോ ചടങ്ങുകളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ആരടാ അത് ഒഴിയുമോ? അരി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അരി തിളച്ച് വെന്ത് കാണോ? ഇല്ലല്ലോ. ഇനി നമുക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായ തേങ്ങ ഇതിനകത്തേക്ക് ഇടിച്ച് ചേർക്കാൻ പോകണം കേട്ടോ. പിഴിഞ്ഞ് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അരി പൊങ്കാല അടുപ്പിലുള്ള അരി ഇവിടെ ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയിലേക്ക് വെള്ളം ചേർത്തിട്ട് അത് പിഴിഞ്ഞ് നമ്മുടെ പൊങ്കാലയിലേക്ക് ചേർക്കാൻ പോവാണ് കേട്ടോ. ഈ സ്റ്റാറ്റസൊക്കെ ഇട്ട് തകർക്കുന്നുണ്ട് ഫോട്ടോയൊക്കെ. അപ്പോൾ അരി വേവുന്നൊരു സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ തേങ്ങയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തു. തേങ്ങ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിനകത്ത് ശർക്കരയും അത്ര കാര്യങ്ങളൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ ഒന്ന് ചേർന്ന് വെന്ത് വരുന്ന സമയം നമുക്ക് ശർക്കരകളെ. അപ്പോൾ അരി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പൊങ്കാലയിൽ അരി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ശർക്കര ചേർത്തിട്ടുള്ളൊരു പൊങ്കാലയാണ് ചെയ്യുന്നത് കേട്ടോ. പലതരത്തിലുള്ള പായസങ്ങൾ വെക്കാം കേട്ടോ. പലതരത്തിൽ പല രീതിയിൽ വെക്കാം പൊങ്കാല വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അടുത്ത സംവിധാനം കേട്ടോ. നമ്മുടെ പൊങ്കാലയ്ക്ക് ആവശ്യമായ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര കൂടി ചേർത്തിട്ട് പിന്നെ എന്താ ഏലയ്ക്ക അങ്ങനത്തെ സാധനം എടുക്കണം അല്ലേ? അപ്പോൾ ഇത് ശർക്കര കൂടി നമ്മൾ പൊങ്കാലയിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുത്ത് അപ്പം പൊങ്കാലയുടെ ശർക്കരയും കൂടെ ചേർത്ത് ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കര പൊങ്കാലയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ശർക്കര പായസം. അപ്പം അതിനകത്ത് ഇടുന്ന ശർക്കരയും കൂടെ വെന്ത് ചേർന്ന് അതിനോടൊപ്പം ചേരുമ്പോൾ നമ്മുടെ ഏകദേശം പൊങ്കാലയുടെ പ്രധാന ചടങ്ങുകളൊക്കെ പൊങ്കാല സമർപ്പണത്തിൻ്റെ പ്രധാന ചടങ്ങുകളൊക്കെ കഴിയും. അതിനുശേഷം നമുക്ക് ഏകദേശം ഉച്ചയ്ക്ക് 2:15 കേട്ടോ ഇത് നിവേദിക്കുന്നത്. അതായത് നമുക്ക് കാലത്ത് ഇത് പൊങ്കാല അവസാനിച്ചു എന്നുള്ളൊരു ചടങ്ങ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊങ്കാലയിലേക്കുള്ള ഏലക്ക അങ്ങനത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൽക്കണ്ടവും മുന്തിരിയും അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു നമ്മുടെ പൊങ്കാലയിലേക്ക്. ശർക്കര പായസമാണ് കേട്ടോ നമ്മൾ പൊങ്കാലയായിട്ട് സമർപ്പിച്ചത്. പാൽപ്പായസവും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഓരോന്നായിട്ട് സൗകര്യം പോലെ.
നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് എല്ലായിടത്തും നെയ്യൊക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ. അങ്ങനെ നിൽക്കട്ടെ. അത് ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇല കൊണ്ടൊന്ന് മൂടി വെക്കാം. ഇത് റെഡി ആയിക്കോളും. അങ്ങനെ നമ്മുടെ പൊങ്കാലയുടെ പ്രധാന പരിപാടികളൊക്കെ കഴിഞ്ഞ് അല്ലേ? ഇനി ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് 2 മണി കഴിയുമ്പോൾ ഇതെടുത്താൽ മതി അല്ലേ? അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ഇത് എടുക്കാനായിട്ടൊരു അതെ. അവിടെ അമ്പലത്തിൽ അങ്ങനെയാണ് ഹെലികോപ്റ്ററിൽ ഇത് തളിക്കും അല്ലേ? മുകളിൽ കൂടെ ഹെലികോപ്റ്റർ എല്ലായിടത്തും ഇത് ചെയ്യും, പനിനീര് തളിക്കും, അങ്ങനെയാണെന്ന് തോന്നില്ലേ? അത് കഴിയുമ്പോൾ നമുക്ക് പൂവിടും, പുഷ്പമിടും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അമ്പലത്തിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ആ സമയത്ത് നമുക്കിവിടെ ഈ ഒരു പൊങ്കാല അടുപ്പിൽ നിറക്കാം, അങ്ങനത്തെ ചടങ്ങ് കേട്ടോ. അതുവരെ ഈ അടുപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കല്ലേ, ഒരു ഇല വെച്ച് കമഴ്ത്തി അടച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞിട്ടില്ല, ഇനി നേദിക്കണം. അപ്പം ഇനിയപ്പം സമയമുണ്ട്, അതുകൊണ്ട് നമ്മൾ അടച്ചു വെക്കാം കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പയ്യെ റെഡി ആയിക്കോളും. അപ്പോഴത്തേക്ക് നമുക്കിനി സമയം ഒരുപാടുണ്ട്. ഇപ്പോൾ സമയം 10:30 ആവുന്നേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോൾ ഒരു 2 മണി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതേ പൊങ്കാലയുടെ അമ്പലത്തിൽ നേദിച്ചുകൊണ്ട് നമ്മൾ പൊങ്കാല എടുക്കാൻ പോവാണ്. അങ്ങനെ ആറ്റുകാൽ അമ്മയ്ക്കുള്ള ഈ വർഷത്തെ പൊങ്കാല നമ്മൾ സമർപ്പിച്ചു. വളരെ സന്തോഷകരമായിട്ട്, വളരെ എന്താ പറയുക, മറ്റ് രീതിയിലൊന്നും കുഴപ്പമില്ലാതെ രീതിയിൽ തന്നെ എടുത്തേട്ടെ. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ സമയം ഏകദേശം 2:15 കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പൊങ്കാല അടുപ്പ് നമ്മൾ അകത്തേക്ക് എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. ഇത്ര നേരം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ, പൊങ്കാല എടുക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണമൊന്നും കഴിച്ചില്ല. അകത്തിരിപ്പുണ്ട്, വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. പായസം കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ആ തിരി ഒന്ന് കത്തി തീരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെടുത്തുകൊണ്ട് പോവാം. അപ്പം നമുക്ക് തിരുവനന്തപുരത്തൊന്നും പോയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പോയിട്ട് പൊങ്കാല ഇടാൻ പറ്റത്തില്ല. കാരണം ലിജി കൊണ്ടുപോകണം. നമ്മൾ 3 പേരല്ല ഉള്ള വീട്ടിൽ, 4 പേരല്ല വീട്ടിലുള്ളൂ. അപ്പം അച്ഛന് ലിജിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയാലും അവിടെ തിരക്കാണ്. പിന്നെ ഒരു തിരക്കുള്ള സ്ഥലത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനും ഒക്കെ ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് പൊതുവേ അത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകാറില്ല. പിന്നെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്, പക്ഷേ ഒരുപാട് അപകടങ്ങൾ സാധ്യതകളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിൽ പൊങ്കാല ഇടുന്നത്. അടുത്ത വർഷമെങ്കിലും അവിടെ പോയിട്ട് നേരിട്ട് നടന്നിട്ട് പോയിട്ട് പൊങ്കാല ഇടണമെന്നാണ് ആഗ്രഹം. സമയമാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. ആ സമയത്തോടെത്തുമ്പോൾ നമ്മളത് റെഡിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് ആറ്റുകാൽ പൊങ്കാല ഇടും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനായിട്ട് ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ എല്ലാം സാധിക്കട്ടെ. അതെ. അപ്പോൾ ഓരോ പൊങ്കാല ഇടുമ്പോഴും ഓരോ ആത്മസമർപ്പണമാണ് കേട്ടോ. ഓരോ പൊങ്കാല കലങ്ങളുള്ളിൽ ആത്മസമർപ്പണമെന്നാണ് പറയുന്നത്. അപ്പം ഈ പൊങ്കാലയ്ക്കും ഒരു ആത്മസമർപ്പണമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനൊക്കെ പറ്റട്ടെ എന്ന് കരുതുന്നു അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ പൊങ്കാല എടുക്കുകയാണ്, നേരെ അകത്തേക്ക് കൊണ്ടുപോകാം. പൊങ്കാല ഇവിടെ ഇരുന്നങ്ങ് റെഡിയായി വെന്തു. പൊങ്കാല അകത്തെത്തിയേട്ടാ. ഇനി പാത്രം എടുത്തോ. പൊങ്കാല രുചിക്കാണ് ഞങ്ങൾ പൊങ്കാല സമർപ്പിച്ചത്. ഈ പ്രാവശ്യം ആറ്റുകാൽ അമ്മയ്ക്ക് സമർപ്പിച്ചു. രുചിക്കാണ് ഞങ്ങളിന്ന് പൊങ്കാല നേദിക്കുന്നത്, കൊടുക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല അമ്മ വീട്ടിലാണെങ്കിലും വളരെ സന്തോഷകരമായി ചെയ്തു കേട്ടോ. അവിടെ പോയി ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും ഇന്ന് ഈ ഒരു പൊങ്കാല ഇടാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമായിരുന്നു. ലിജിയുടെ ഒരൊറ്റ വാശിയുണ്ട്. ഇന്നലെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി ഇന്ന് നല്ലൊരു പൊങ്കാല ഇട്ടു. വളരെ ഭക്തിസാന്ദ്രമായൊരു നിമിഷങ്ങളായിരുന്നു. അമ്മയ്ക്ക് സഹായിച്ചതിൽ വളരെ സന്തോഷം. ലിജിയുടെ ഒരൊറ്റ തീരുമാനത്തിനാണ് കേട്ടോ ഇന്ന് പൊങ്കാല ഇട്ടത്. അപ്പോൾ ചില സമയങ്ങളിൽ ലിജിയുടെ ചില തീരുമാനങ്ങൾ വളരെ അത്ഭുതപ്പെടുത്താറുണ്ട്. എന്തായാലും വലിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.